ഇന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്കാണ്. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് തിരുവല്ലം ടോൾ പ്ലാസ എത്താറായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 16 കിലോമീറ്റേഴ്സ് അകലെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉള്ളത്. വിഴിഞ്ഞം സീപോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് ഡെവലപ്മെൻറ്റ്സ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഫുൾ ഡെവലപ്മെൻറ്റ്സ് അവർ 2028-2029 കൂടി കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. വിഴിഞ്ഞം സീപോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ശേഷിയുള്ളതുമാണ് ഈ സീപോർട്ട്. പ്രധാനമായും അതിൽ നിന്നുള്ള വരുമാനം തന്നെയാകും. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറലി അതിന് 20 മുതൽ 24 മീറ്റേഴ്സോളം ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഷിപ്സ് വന്നാലും നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിൽ നങ്കൂരമിടാൻ ഈസി ആയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വലിയ വലിയ ഷിപ്സ് ഇൻ്റർനാഷണൽ റൂട്ടിൽ പോകുമ്പോൾ റീറൂട്ട് ചെയ്ത് നമ്മുടെ പോർട്ടിലോട്ട് വരാനും അവിടെ വന്ന് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ്സ് നടത്താനും വലിയ ഷിപ്സിൽ നിന്ന് ലോഡ് ചെറിയ കപ്പലിലേക്ക് മാറ്റാനും അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് മാറ്റാനും എല്ലാം വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഈ ഷിപ്സിനെല്ലാം ഇന്ധനം നിറയ്ക്കാനുള്ളൊരു ഇടത്താവളമായിട്ടും നമ്മുടെ വിഴിഞ്ഞം മാറും. സോ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. റോഡെല്ലാം ഇതുവരെ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മളൊരു സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴികളെല്ലാം കാണിക്കുന്നില്ല, ജസ്റ്റ് മെയിനായിട്ടുള്ള ജംഗ്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത് വീഡിയോയിൽ. നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഇനി ക്ലോസ് ടു 5 കിലോമീറ്റേഴ്സ് എന്തേ ഉള്ളൂ സീപോർട്ട് റീച്ച് ചെയ്യാൻ. ദൂരെ കടൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. സൈഡിലെന്തോ നെറ്റൊക്കെ ആൾക്കാർ കെട്ടിയിട്ടുണ്ട്. വോളിബോളൊക്കെ കളിക്കാനായിരിക്കണം. സോ ബൈക്ക് ജസ്റ്റ് ഒന്ന് ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണാൻ ഇറങ്ങാമെന്ന് കരുതി. സോ റോഡ് ക്രോസ് ചെയ്തു ഇപ്പുറത്ത് വന്നു. ഫുട്പാത്ത് ഇച്ചിരി കെട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്റ്റിൽ പുരോഗതി വേണം. കാരണം ഒരുപാട് വേസ്റ്റ് പ്ലാസ്റ്റിക് ആയാലും കുറേ ചപ്പ് ചോറുകൾ തീരത്ത് കാണാം. നമ്മൾ എക്സാക്ട്ലി അങ്ങ് റീച്ച് ആയിട്ടില്ല, പക്ഷേ ഈ ഒരു ഏരിയ മുതൽ തന്നെ നമ്മുടെ ഫുള്ള് വേസ്റ്റ് കൊണ്ട് ഇട്ടേക്കാണ്. സോ വീണ്ടും ബൈക്കിൽ കയറി നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ദൂരെ നിന്ന് തന്നെ 2 മെയിൻ ബിൽഡിങ്സ് കാണാം. ഫസ്റ്റത്തേതെന്ന് പറയുന്നത് വിഴിഞ്ഞം ദർഗാ ഷെരീഫാണ്. രണ്ടാമത്തേത് മുഹിദ്ദീൻ ജുമാ മസ്ജിദാണ്.
ബൈക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. നല്ല രസമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 180 ഡിഗ്രി വീഡിയോ എടുക്കുകയാണ്. ഫ്രം 1 ടു അനദർ. സൂപ്പർ വ്യൂ ആണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ ദർഗാ ഷെരീഫ്, മറ്റേത് മുഹിദ്ദീൻ ജുമാ മസ്ജിദ്. സോ ഈ രണ്ട് ദർഗാ ഷെരീഫിൻ്റെയും ജുമാ മസ്ജിദിൻ്റെ ഇടയിൽ കൂടി ഒരു റോഡുണ്ട്. അങ്ങോട്ടേക്ക് ആ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ദൂരെ നിന്ന് ഈ സീ പോർട്ടിൻ്റെ ഒരു വ്യൂ കിട്ടുന്നതാണ്. സോ ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും അവിടെ നിന്ന് നോക്കിയാൽ. ഞാനിങ്ങനെ മുകളിലേക്കുള്ളൊരു റോഡിലേക്ക് വന്ന് കോടിയിൽ കല്ലുപള്ളി മോസ്ക് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ. അങ്ങോട്ടേക്കുള്ള റോഡിൽ വന്ന് അതിന് സൈഡിലുള്ള ഈ കൈവരിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് സീ പോർട്ട് നല്ലോണം കാണാം. തിരകളെല്ലാം നല്ല ശക്തിയിൽ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ പുലിമുട്ടെല്ലാം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 3.5 കിലോമീറ്റേഴ്സ് എന്തോ ആണ് ഈ പുലിമുട്ട് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ലഭിച്ച വിവരം. മഴ പെയ്യാനുള്ള ചാൻസ് എല്ലാം ഉണ്ടായിരുന്നു. സോ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ കൊടിയിൽ കല്ലുപള്ളി മോസ്ക്. നേരം ഇരുട്ടി തുടങ്ങി. സൂക്ഷിച്ചു നോക്കിയാൽ ദൂരെ മേഘങ്ങൾക്കിടയിൽ മിന്നൽ വ്യക്തമായിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴും ഈ സീ പോർട്ടിൽ ഫുള്ളും ലൈറ്റ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും അങ്ങോട്ടേക്കൊന്ന് പോയി കുറച്ച് വീഡിയോ ബൈറ്റ്സ് എടുത്തു ഞാൻ. ഇനി തിരിക്കുവാണ് ഞാൻ അവിടെ നിന്ന്. നേരെ വീട്ടിലേക്കല്ല, പക്ഷേ നമ്മുടെ വിഴിഞ്ഞത്തുള്ള അഫ്സൽ ഹോട്ടലിലേക്കാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞം കാന്താരി ചിക്കൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അവരാണ്. സോ ആ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ കുറച്ച് ഊടുവഴികളൊക്കെ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ. നമ്മുടെ ഒരു HP പെട്രോൾ പമ്പുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ അഫ്സൽ ഹോട്ടലുള്ളത്. നമ്മളവിടെ എത്തി. ഇതാണ് നമ്മുടെ അഫ്സൽ ഹോട്ടൽ. ഫ്രണ്ടിൽ തന്നെ അവിടെ കിച്ചണാണ്. അവർ ഒരുപാട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ലൈവാണ്. അതുപോലെ അതിനനുസരിച്ച് തിരക്കുമുണ്ട്. സോ ഞാനും പെറോട്ടയും ചിക്കനും മേടിച്ചു. കൊള്ളാം. പെറോട്ട സൈസ് തീരെ കുറവാണ്. ചിക്കനും ഓക്കെ എന്ന് പറയാം. അത്രത്തോളം മെച്ചം എന്നൊന്നും പറയാനില്ല. സോ ഇനി നേരെ വീട്ടിലേക്കാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ഗുഡ് ബൈ. Please like, share and subscribe.